ആലപ്പുഴ ജില്ലയിൽ ഈവനിംഗ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ സ്പോട്ട് പരിചയപ്പെട്ടാലോ? നമ്മൾ ഇന്നെത്തിയിരിക്കുന്ന വയ്യാങ്കര ചിറയിലേക്കാണ്. ആലപ്പുഴ ജില്ലയിലെ ഒരു കൊച്ചു ഗ്രാമമായ താമരക്കുളം എന്ന സ്ഥലത്താണ് വയ്യാങ്കര ചിറ സ്ഥിതി ചെയ്യുന്നത്. DTPCയും താമരക്കുളം പഴക്കാട് ഫാർമേഴ്സ് ക്ലബ്ബും സംയുക്തമായി നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് വയ്യാങ്കര ചിറ ഗ്രീൻ ഫോറസ്റ്റ് ടൂറിസം പ്രൊജക്ട്. ചിറയുടെ തൊട്ടു മുകളിലുള്ള റോഡിൽ വാഹനങ്ങൾ ഫ്രീ ആയി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അവിടെ നിന്നും കുറച്ച് മുന്നോട്ട് നടന്നാൽ ഒരു ആർച്ച് കാണാൻ സാധിക്കുന്നതാണ്. അവിടെ നിന്നും താഴേക്ക് ഇറങ്ങിയാൽ നമ്മുടെ ടൂറിസ്റ്റ് ലൊക്കേഷനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. ഗൂഗിൾ മാപ്പിൽ വയ്യാങ്കര ചിറ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ലൊക്കേഷൻ ലഭിക്കുന്നതാണ്. ഇവിടെ എൻട്രൻസിൽ തന്നെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. ഗൂഗിൾ പേ വഴിയും ക്യാഷ് ആയിട്ടും ടിക്കറ്റ് എടുക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ പ്രവേശിക്കാൻ ഒരാൾക്ക് 20 രൂപയാണ് റേറ്റ്. ബോട്ടിംഗ് അല്ലെങ്കിൽ കയാക്കിംഗ് ചെയ്യാൻ ഒരാൾക്ക് 100 രൂപയാണ് റേറ്റ്. വൈകുന്നേരം 5 മണി വരെ ബോട്ടിംഗ് സർവീസുകൾ ഉള്ളൂ. 8 മണി വരെ ഇവിടെ പാർക്കും ആളുകൾക്ക് ഇരിക്കാനുള്ള സ്ഥലവും ഒക്കെ ഓപ്പൺ ആണ്. ഞങ്ങൾ ഉള്ളിലേക്ക് കയറാനുള്ള ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് കയറി. അതിന്റെ കൂടെ തന്നെ ബോട്ടിംഗ് ചെയ്യാനുള്ള ടിക്കറ്റും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടുന്ന് നേരെ ബോട്ട് ജെട്ടിയിലേക്ക് പോയി. അവിടെ കയാക്കുകൾ നിരത്തി വെച്ചേക്കുന്നത് കണ്ടു. കുറച്ചു പേർ കയാക്കിങ്ങും ചെയ്യുന്നുണ്ട്. അവിടെ കുറച്ചുനേരം വെയിറ്റ് ചെയ്തപ്പോൾ നമുക്ക് പോകാനുള്ള ബോട്ട് എത്തി. ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ട് ഞങ്ങൾ ബോട്ടിലേക്ക് കയറി യാത്ര ആരംഭിച്ചു. ഏകദേശം 110 ഏക്കറോളം വിസ്തൃതിയിലാണ് ഈ ചിറ നിലനിൽക്കുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ചിറയുടെ തൊട്ട് ഓപ്പോസിറ്റ് ഉള്ളത് കൊല്ലം ജില്ലയാണ്. ചിറയുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് പത്തനംതിട്ട ജില്ലയും ഈ ചിറയിരിക്കുന്ന ഭാഗം ആലപ്പുഴ ജില്ലയുമാണ്. അങ്ങനെ 3 ജില്ലകളുടെ അതിർത്തിയിലാണ് ഈ ചിറ ഉള്ളത്. ചിറയുടെ നടുവിലായിട്ട് ഒരു മനോഹരമായ ഹട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. നമ്മളെ ബോട്ടിൽ നേരെ അവിടേക്ക് കൊണ്ടുവിടും. ഒരു ഫോട്ടോസിനിക്കായിട്ടുള്ള ഒരു ലൊക്കേഷൻ ആണിത്. ഒരു 10 മിനിറ്റ് അവിടെ സ്പെൻഡ് ചെയ്ത ശേഷം അടുത്ത ബോട്ടിൽ അവർ നമ്മളെ ബോട്ട് ജെറ്റിയിൽ എത്തിക്കും. തീർച്ചയായിട്ടും വെർത്തായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ലൊക്കേഷൻ തന്നത്. ഇവിടെ സിപ്ലൈൻ ഒക്കെ വരാനുള്ള പ്ലാൻ ഉണ്ടെന്നാണ് ഇവിടെ വർക്ക് ചെയ്യുന്ന ചേട്ടൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു മികച്ച ടൂറിസ്റ്റ് ലൊക്കേഷനായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെയും ബൈ ഫ്രം ഗോകുൽ.